ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെരുവത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ജസ്റ്റ് ഒന്നുകൂടി തിളച്ചിട്ട് സെറ്റാകുന്ന സമയം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് മതിയാവും പാസ്ത വേവാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, ചെറിയ വെളുത്തുള്ളി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചീൻചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം തക്കാളി ഇടരുത്, ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്കിത് നന്നായിട്ട് വഴണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി വേണ്ടത്, ഇതിലേക്ക് ആവശ്യത്തിന് ുള്ള ഉപ്പാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ മക്രോണി അല്ലെങ്കിൽ പാസ്ത നന്നായിട്ട് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളിതിലേക്ക് ഉപ്പിടാവുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കിനി അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത്രയും മുട്ട നിങ്ങൾക്ക് പൊട്ടിച്ചൊഴിക്കാമെന്നാണ്. അപ്പം ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ മുട്ടയുടെ മുകളിലേക്ക് ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് അവിടെ നമ്മൾ തീയ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് മുട്ട വേകുന്നവരെ അവിടെ തന്നെ ഇളക്കുക. ശേഷം നമുക്കതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേവിച്ച് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 അല്ലെങ്കിൽ 1-2 മിനിറ്റ് അത്രയും മതിയാവും നമ്മൾ ഈ പാസ്തയിലേക്ക് ഈ ഗ്രേവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിക്കാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്